നമസ്കാരം. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകരും അതേപോലെ തന്നെ പൊതുജനങ്ങളും പ്രധാനമായിട്ടും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമാണ്. അതിന് കാരണമുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ആര് അധികാരത്തിൽ വരുമെന്ന് ഇപ്പോഴും ഉറപ്പില്ല. കേരളത്തിലാകട്ടെ അധികാരത്തിൽ ആര് വരുമെന്ന് ഉറപ്പുണ്ടെങ്കിലും മുഖ്യമന്ത്രി ആരാകുമെന്ന് ഉറപ്പില്ല. ഈ രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റൊരു സംസ്ഥാനത്ത്, തിരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു സംസ്ഥാനത്ത് ഒരു കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ അന്വേഷണത്തിൽ യഥാർത്ഥത്തിൽ പലരും പ്രതീക്ഷിക്കുന്ന സത്യം പുറത്തു വന്നാൽ അത് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ഒന്നായിട്ട് മാറും. കാരണം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ബംഗ്ലാദേശിലെ ജിഹാദികളുമായിട്ടുള്ള ബന്ധം പുറത്തു കൊണ്ടുവരുന്ന ഒരു അന്വേഷണമാകാം ഇനി നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനെക്കുറിച്ചാണ് എന്ന് നിങ്ങളെല്ലാവരും ഊഹിച്ചിട്ടുണ്ടാവും. അത് ചന്ദ്രനാഥ് രഥ് എന്ന് പറയുന്ന ബംഗാളിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, ബംഗാളിൽ പുതിയ മുഖ്യമന്ത്രിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന BJPയുടെ നേതാവ് സുവേന്ദു അധികാരിയുടെ എക്സിക്യൂട്ടീവ് PA ആയിരുന്നു ചന്ദ്രനാഥ്. അദ്ദേഹം ഒരു മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. രാമകൃഷ്ണ മിഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളാണ്. അത് വളരെ മിതഭാഷിയും സൗമ്യനുമായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഈ സുവേന്ദു അധികാരിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു എന്ന് പറയാം. പക്ഷേ ഒരു തരത്തിലും അധികാരത്തെ മറ്റൊരു തരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന ആളുമായിരുന്നില്ല. ഒരു പക്ഷേ സുവേന്ദു അധികാരി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ എത്തേണ്ട ആളായിരുന്നു ഈ ചന്ദ്രനാഥ്. അങ്ങനെ ഒരു വ്യക്തിയെയാണ് ഒരു കൊലയാളി സംഘം ഒരു മിന്നലാക്രമണത്തിലൂടെ ഇല്ലാതാക്കിയത്. ഇത് കൃത്യമായിട്ട് TMC എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിർദ്ദേശപ്രകാരം ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു ജിഹാദി സംഘമാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള ഒരു വലിയ റൂമർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചരണം ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് കാരണമില്ലാതെ നടക്കുന്ന ഒരു പ്രചരണം അല്ല താനും. കൃത്യമായി TMC നേതാക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ കൊലപാതകം ഉണ്ടായത് എന്ന് സംശയിക്കാനുള്ള നിരവധി കാരണങ്ങളുണ്ട്. ആരായിരിക്കാം ഇതിന് നിർദ്ദേശം കൊടുത്തത്? ആരായിരിക്കാം യഥാർത്ഥത്തിൽ ഈ കൊലപാതകം നടപ്പാക്കിയത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൊല ചെയ്യപ്പെട്ട ചന്ദ്രനാഥ് രഥിനെ കുറിച്ചുള്ള നിരവധി ലേഖനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു മാധ്യമങ്ങളിൽ. മറുവശത്ത് ആരായിരിക്കാം ഇത് ആസൂത്രണം ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ചും പലരും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ആരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമുണ്ട്. ആരായിരുന്നു ഈ കൊലയാളി സംഘം എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം. ഈ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ വയലൻസ് ഇതാദ്യമായിട്ടല്ല. എന്ന് BJP അവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്, അധികാരത്തിൽ വരണ്ട, BJP എങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് എന്നുള്ള നിലയിൽ ശക്തമായ നിലയിൽ BJP അവിടെ വന്നു തുടങ്ങിയോ അന്നു മുതൽ BJP പ്രവർത്തകരെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൊല്ലാൻ TMC ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. അത് കഴിഞ്ഞ് ഈ ജിഹാദി സംഘത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. 2016 മുതൽ നിരവധി വയലൻസ് നടന്നിട്ടുണ്ട്, നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, വ്യാപകമായ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ചിലത് മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒക്ടോബർ 2020 മനീഷ് ശുക്ല എന്ന് പറയുന്ന ഒരു BJP നേതാവിനെ 24 പർഗാനാസ് ജില്ലയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. അയാളെ കൊന്നത് TMCയുടെ ഗുണ്ടകളാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടതാണ്. മെയ് 2021 അരിജിത്ത് സർക്കാർ എന്ന് പറയുന്ന മറ്റൊരു BJP നേതാവിനെ അയാൾ കൊല്ലപ്പെട്ടു. ആ കൊലപാതകത്തിൻ്റെ പിന്നിൽ പരേഷ് പോൾ എന്ന് പറയുന്ന TMCയുടെ MLA ആണ് എന്ന് തെളിയിച്ചത് CBI ആണ്. ഇനി മാർച്ച് 2022 ബിർഭൂം എന്ന് പറയുന്ന സ്ഥലത്ത് 9 പേരെ ചുട്ടുകൊന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ TMCയുടെ ബ്ലോക്ക് പ്രസിഡൻറ്റ് അനറുൾ
ഹുസൈനാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. 2023 മെയ്യിൽ ബിജോയ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു BJP നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ TMCയുടെ MLA ആയിരുന്ന മിലൻ ഭൗമിക് എന്ന് പറയുന്ന വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കൊലപാതകങ്ങൾ നിരവധി ലിസ്റ്റ് വളരെ നീണ്ടതാണ്, ഞാൻ അതിലേക്ക് പോകാത്തതാണ്. പക്ഷേ ഈ പറയുന്ന ഈ കൊലപാതകങ്ങൾ ആ കൊലപാതകങ്ങളോടൊപ്പം ആ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായിട്ട് BJP പ്രവർത്തകർക്ക് നേരെ, പ്രത്യേകിച്ചും ഹിന്ദു ജനവിഭാഗത്തിന് നേരെ വ്യാപകമായും അക്രമം കൂടി നടന്നിട്ടുണ്ട് ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം, ഈ പറയുന്ന സമയങ്ങളിലെല്ലാം. ഇതെല്ലാം നടക്കുമ്പോൾ അവിടുത്തെ BJP നേതാക്കന്മാർ ആരോപിക്കുന്നത്, മമതാ ബാനർജി പറയുന്നത് ഹുവാ തോ ഹുവാ എന്നാണ്, നടന്നത് നടന്നു എന്നാണ്. അങ്ങനെ അതിനെ ന്യായീകരിക്കാനും ഈ പറയുന്ന പ്രതികളെ സംരക്ഷിക്കാനുമാണ് മമതയുടെ സർക്കാർ അക്കാലത്തൊക്കെ ശ്രമിച്ചിട്ടുള്ളത്, ഈ അവസാന ദിവസം വരെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ഒരു കൊലപാതകത്തിൻ്റെ ഒരു BJP നേതാക്കന്മാരെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരമ്പര തന്നെ അവിടെ നടന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരായിരുന്നു? ഈ TMCയുടെ നേതാക്കന്മാർ ഇതിൻ്റെ പിന്നിൽ പ്രേരണയാണെങ്കിലും ഇവരൊക്കെ അല്ല യഥാർത്ഥ കൊലപാതകം ചെയ്യുന്നത്. ഈ കൊലപാതക സംഘം ആരാണ്? ഇത് എന്തുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല? അവിടെയാണ് ഈ പറയുന്ന ചന്ദ്രനാഥ് രഥിൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ വിവരങ്ങൾ അനുസരിച്ച് ഇത് കൃത്യമായി ഒരു പ്രൊഫഷണൽ സംഘം തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. രാത്രി 10:30 മണിക്ക് ഈ 24 പർഗാനാസ് ജില്ലയിൽ തന്നെ ഈ ചന്ദ്രനാഥ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ റോഡിൽ വെച്ചാണ് ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത്. അത് വളരെ കൃത്യമായി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. വെറും 50 സെക്കൻഡാണ് കൊലയാളികൾ എടുത്തത് ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ. 50 സെക്കൻഡ് കൊണ്ട്, 1 മിനിറ്റിനകത്ത് ഇവർ ഈ കാര്യം സാധിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എങ്ങനെയാണ് ചെയ്തത്? ഒരു നിസാൻ മൈക്ര കാറ് ഈ ചന്ദ്രനാഥിൻ്റെ സ്കോർപിയോയ്ക്ക് പിന്നാലെ വരുന്നു. കിട്ടുന്ന ഒരു അവസരത്തിൽ ഈ കാറ് പെട്ടെന്ന് മുൻപിൽ കയറി ഈ സ്കോർപിയോയെ ബ്ലോക്ക് ചെയ്യുന്നു. സ്കോർപിയോ ബ്ലോക്കായി അവിടെ നിൽക്കുമ്പോൾ ഈ നിസാൻ മൈക്രയിൽ നിന്ന് ആൾക്കാരിറങ്ങി അവർ വേറെ മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടുന്നു, ആ കാർ അവിടെ ഉപേക്ഷിച്ചിട്ട്. ആ സമയത്ത് തന്നെ മറ്റൊരു സംഘം മോട്ടോർ സൈക്കിളിൽ വരുന്നു, അതിൽ നിന്ന് ആളിറങ്ങുന്നു, നേരെ മറുവശത്ത് പോയിട്ട് ഡ്രൈവർ സീറ്റിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു, മറുവശത്ത് ചെന്ന് നിന്നിട്ട് ഡയറക്റ്റായിട്ട് ചന്ദ്രനാഥിന് നേരെ നിറയൊഴിക്കുകയാണ്. നിറയൊഴിച്ചത് കൃത്യമായിട്ട് ഇടത് ഭാഗത്ത് നെഞ്ചിലാണ് നിറയൊഴിച്ചത്, കാലിലും വെടിയേറ്റിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ വെടിയേറ്റ ശേഷം ചന്ദ്രനാഥ് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് കൊലയാളി അവിടെ നിന്ന് മാറിയത്. അതിനിടയിൽ മറ്റ് 10 റൗണ്ടോളം വെടിവെച്ചിട്ടുണ്ട്. ഈ 10 റൗണ്ട് വെടിവെച്ചപ്പോൾ ഡ്രൈവർക്കും വെടിയേറ്റിട്ടുണ്ട്. പക്ഷേ ഡ്രൈവറെ കൊല്ലാൻ ഉദ്ദേശമില്ലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കൃത്യമായിട്ട് ആരെ കൊല്ലണം, എവിടെയാണ് ടാർഗറ്റ് ഇരിക്കുന്നത്, എവിടെയാണ് ഉന്നം വെക്കേണ്ടതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പ്രൊഫഷണൽ കില്ലർ തന്നെയാണ് ഇത് ചെയ്തത്. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കൊലപാതകിയെക്കുറിച്ച് ഈ സംഭവം കണ്ടുകൊണ്ട് നിന്ന ചില ആൾക്കാർ പറയുന്നതാണ്. അയാൾ വളരെ കൃത്യമായി ഒരു പ്രത്യേക പൊസിഷൻ, ശാരീരികമായ ഒരു പൊസിഷൻ എടുത്ത് ഒറ്റക്കാലിൽ നിന്നിട്ടാണ് അയാൾ വെടിവെച്ചത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നത് തികച്ചും പ്രൊഫഷണലായിട്ട് ട്രെയിൻഡായിട്ടുള്ള കില്ലേഴ്സാണ്. അവർ വളരെ കൃത്യമായിട്ട് തന്നെ ടാർഗറ്റിനെ ഫേസ് ചെയ്ത് ഈ കൊലപാതകം നടത്താൻ, അല്ലെങ്കിൽ പോയിൻ്റ് ബ്ലാങ്കിൽ വെടിവെക്കാൻ പരിശീലനം ലഭിച്ച ഒരാൾ മാത്രം ചെയ്യുന്ന രീതിയിലാണ് ഇയാൾ അത് ചെയ്തത് എന്ന് ഐ വിറ്റ്നസ്സുകൾ, അവിടെ ദൃക്സാക്ഷികളായിട്ടുള്ളവർ പറയുന്നുണ്ട്. ഇത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഇവരുപയോഗിച്ച വെപ്പണാണ്, ഇവരുപയോഗിച്ച ആയുധമാണ്. ഹാൻഡ് ഗണ്ണാണ് ഉപയോഗിച്ചത്. അത് ഗ്ലോക്കാണ്. ഗ്ലോക്ക് ഓസ്ട്രിയൻ മെയ്ഡാണ്, പക്ഷേ വളരെ വില കൂടിയ ആയുധമാണ്, വളരെ വില കൂടിയ പിസ്റ്റലാണ്. അത് ബ്ലാക്ക് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. 35 ലക്ഷം രൂപയാണ് അതിൻ്റെ വില. എന്ന് മാത്രമല്ല, ഇതിൻ്റെ കാട്രിഡ്ജ് എന്ന് പറയുന്നത്, ഒരു കാട്രിഡ്ജിൻ്റെ വില എന്ന് പറയുന്നത് 10,000 രൂപയോളം വരും. അങ്ങനെ 10 കാട്രിഡ്ജ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 10 കാട്രിഡ്ജ് എന്ന് പറയുമ്പോൾ തന്നെ അത് 1 ലക്ഷം രൂപ. ഈ തോക്കിൻ്റെ വില എന്ന് പറയുന്നത് 35 ലക്ഷം രൂപയാണ് ബ്ലാക്ക് മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെ ഒരു തോക്ക് ഉപയോഗിച്ച് ഇത്രയും കാട്രിഡ്ജ് സമർത്ഥമായി കളഞ്ഞ് തന്നെ ഈ കൊലപാതകം നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിന് പൈസ ഒരു പ്രശ്നമായിരുന്നില്ല. നല്ല നിലയിൽ തന്നെ ഇതിനു വേണ്ടിയിട്ട് ആരോ നന്നായിട്ട് പണം മുടക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ ഒരു കാര്യമുണ്ട്.
നാലാമത്തെ ഒരു കാര്യം, ഇപ്പോൾ CCTV വിഷ്വൽസ് എല്ലാം പരിശോധിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് പോലീസിന് മനസ്സിലായത് ഇവർ ആ ഏരിയ മുഴുവൻ റോന്ത് ചുറ്റിയിരുന്നു. നേരത്തെ റെയ്ക്കി നടത്തിയിരുന്നു. അവിടെ മുഴുവൻ പരിശോധിച്ച് എവിടെ വെച്ച് ഈ കൊലപാതകം ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഇവർ മാർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതും പ്രൊഫഷണൽ കില്ലേഴ്സ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ എല്ലാം അപ്പുറം ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ നിസാൻ മൈക്ര കാറ്, അതായത് അവിടെ കൊലയാളികൾ ഇത് ബ്ലോക്ക് ചെയ്യാൻ ഉപയോഗിച്ച ആ കാറ് യഥാർത്ഥത്തിൽ ഈ കൊലപാതകത്തിന് കുറച്ച് മണിക്കൂറുകൾ മുമ്പ് കൽക്കട്ട എയർപോർട്ടിലെ ഗേറ്റ് നമ്പർ 2 അവിടെ പാർക്ക് ചെയ്തിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊലയാളി സംഘം ഈ കൊലപാതകത്തിന് വേണ്ടി കൽക്കട്ടയിൽ വന്നിറങ്ങിയതാണ്. അതിനുവേണ്ടി ഇവർ പുറത്തുനിന്ന് വന്നതാണ്. കൃത്യമായ ഉദ്ദേശത്തോടു കൂടി വരികയും അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് പോലീസ് വിശ്വസിക്കുന്നത് ബംഗ്ലാദേശിലേക്ക് തന്നെയാണ്. 24 പർഗാനാസിൽ നിന്ന് ഇവർ ബംഗ്ലാദേശ് അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ തെളിവുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതിൻ്റെ പിന്നിൽ വളരെ ഗാഢമായ ഒരു ഗൂഢാലോചനയുണ്ട്, വളരെ ആഴത്തിലുള്ള ഒരു ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചന നടത്തിയത് ആരായിരിക്കാം? ആർക്കാണ് ഇത്രയും പണം മുടക്കി വിദേശത്ത് നിന്ന് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന്, പ്രൊഫഷണൽ കൊലയാളി സംഘത്തെ കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ PAയെ കൊല്ലാൻ, ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ കൊല്ലാൻ വേണ്ടി ഇത്രയും വലിയ തയ്യാറെടുപ്പ് എന്തിനു നടത്തണം? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ ഉത്തരം അതിൽ തന്നെയുണ്ട്. യഥാർത്ഥത്തിൽ സുവേന്ദു അധികാരിയെ ലക്ഷ്യം വെച്ചല്ല ഈ കൊലപാതകം നടന്നത്. കാരണം അദ്ദേഹം അവിടെ ഇല്ല, അദ്ദേഹം അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. പക്ഷേ സുവേന്ദു അധികാരി എന്ന BJP നേതാവിന്, നാളെ മുഖ്യമന്ത്രിയാകുന്ന BJP നേതാവിന് കൃത്യമായ ഒരു സന്ദേശം കൊടുക്കാനാണ് TMC ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ശക്തികൾ ശ്രമിക്കുന്നത്. ഭരണം ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ഞങ്ങൾ പൂർണ്ണമായും ഇതിനെ അരാജകത്വത്തിൽ ബംഗാളിനെ മുക്കും എന്നുള്ള സന്ദേശം. ഇത് മമതാ ബാനർജി മറ്റൊരു കോണ്ടെക്സ്റ്റിൽ, മറ്റൊരു സാഹചര്യത്തിലാണെങ്കിലും മമതാ ബാനർജി ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ത്യ മുഴുവൻ കത്തിക്കുമെന്നാണ് മമതാ ബാനർജി പറഞ്ഞിട്ടുള്ളത്. അത് പല BJP നേതാക്കന്മാരും പിന്നീട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ കത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ ബംഗാൾ മുഴുവൻ കത്തിക്കുമെന്ന് മമതാ ബാനർജി ഒരുപക്ഷെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, മമതാ ബാനർജിയുടെ അനന്തരവനും ഇപ്പോൾ TMC കൊണ്ടു നടക്കാൻ വേണ്ടി മമതാ ബാനർജിയെ ഏൽപ്പിച്ചിട്ടുള്ള ആളുമായ അഭിഷേക് വളരെ കൃത്യമായിട്ട് പൊതുജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയും ദിവസങ്ങൾ മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. മെയ് 4-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്നും ആരും രക്ഷിക്കാൻ വരില്ല, ഡൽഹിയിൽ നിന്നുള്ള ഒരു തന്തയും വന്ന് നിങ്ങളെ രക്ഷിക്കില്ല എന്ന് പൊതുജനങ്ങളെ, വോട്ടർമാരെ വളരെ കൃത്യമായി ഭീഷണിപ്പെടുത്തുകയാണ് ഈ പറയുന്ന മമതാ ബാനർജിയുടെ അനന്തരവൻ. അപ്പോൾ വളരെ കൃത്യമായി ഒരു ഭീതിയുടെ അല്ലെങ്കിൽ ഒരു ഭയത്തിൻ്റെയും ഒരു ഭീഷണിയുടെയും അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി വീണ്ടും അധികാരത്തിൽ വരാനുള്ള TMCയുടെ നീക്കത്തെയാണ് അമിത്ഷായും പാരാമിലിറ്ററി ഫോഴ്സസും എല്ലാം കൂടി പൊളിച്ചു കളഞ്ഞത്. അതിൻ്റെ പ്രതികാരം, ഒരുപക്ഷെ അധികാരം അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടപ്പോൾ ഭ്രാന്തായ ആൾക്കാർ കൊടുത്ത കൊട്ടേഷനാണോ ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് കൃത്യമായിട്ട് സംശയിക്കാം. ഈ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകനോട് കഴിഞ്ഞ രാത്രി സംസാരിച്ചു, ബംഗാളിലുള്ള കൽക്കട്ടയിൽ ജോലി ചെയ്യുന്ന ആൾ. അദ്ദേഹം പറയുന്നത് ഇത് ജിഹാദി ബന്ധം ഉണ്ട് എന്ന് തന്നെയാണ്. ബംഗ്ലാദേശിലുള്ള ചില ജിഹാദി കൂട്ടങ്ങൾ, അല്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു സംഘടനയുടെ പേര് പറഞ്ഞു, ഞാൻ ആ സംഘടനയുടെ പേരിപ്പോൾ ഇവിടെ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവർ ഇത് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ കൃത്യമായിട്ട് ബംഗ്ലാദേശിലെ ഒരു സംഘമാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുമുണ്ട്. ഇത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊലപാതകത്തിൻ്റെ അന്വേഷണത്തിലോ കൊലയാളിയെ പിടിക്കുന്നതിലോ മാത്രം ഇത് ഒതുങ്ങാൻ പോകുന്നില്ല. TMCയിലെ ഗുണ്ടാ നേതാക്കന്മാർക്ക് രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറമുള്ള ജിഹാദികളുമായിട്ടും കൊലപാതക സംഘങ്ങളുമായിട്ടുള്ള ബന്ധം കൂടി ഈ അന്വേഷണത്തിൽ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം നിങ്ങളും ശ്രദ്ധിച്ചോന്നറിയില്ല, സുവേന്ദു അധികാരി യുടെ നിരവധി ആൾക്കാർ പറഞ്ഞു ഈ ഒരു കൊലപാതകം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ. അദ്ദേഹം
വളരെ ദുഃഖത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തോടെ പലരും ആവശ്യപ്പെട്ടു ഇത് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് CBI അന്വേഷിക്കേണ്ട എന്നാണ്. ഇത് ബംഗാൾ പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ കൊലപാതകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല ഈ അന്വേഷണം എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന കൂടിയാണ്. എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ ഒരു സത്യം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മമതാ ബാനർജി ബംഗാളിനെ അരാജകത്വത്തിൽ മുക്കാനുള്ള അവരുടെ പരിശ്രമങ്ങൾ വിജയിക്കാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.